ഗൈസ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ ഒറ്റയ്ക്കെന്ന് പറഞ്ഞതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനപ്പം വെറുതെ ഇരിക്കുകയാണ്. പാർട്ട് 1 നമ്മൾ ഋതികൃഷ്ണൻ കാണുമായിരുന്നു. പാർട്ട് 2 ഞങ്ങളല്ല, അവൾ എന്താണ് നമുക്ക് പോയിട്ട് നോക്കാം. എന്താണ് ഈ കാണുന്നേ? അവൾ ഓഗിയോന്റെ കോക്രോച്ചാണ് കാണുന്നത്. നമുക്കൊരു പണിയും ഇല്ല. ഇന്ന് ഞായറായതുകൊണ്ട് തൂത്തും തുടച്ചും അതുകൊണ്ട് തുണി ഒത്തിരി കാണും. അതുകൊണ്ട് അമ്മ നനയ്ക്കാൻ പോയി. ഇച്ചിരി താമസിക്കുമായിരിക്കും. അതുകൊണ്ടാണ് അവളെ തീ വെച്ചത്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വിശപ്പൊന്നും എന്തെങ്കിലും. നിനക്കെന്തടി? അവൾക്ക് അനാറ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അനാറ് എനിക്ക് മുറിക്കാൻ അറിയാം. പക്ഷെ അമ്മ വന്നിട്ട് ചങ്ങായി കുടിക്കുമ്പോൾ ഓട്സ് ഉണ്ടാക്കും. അന്നേരം അവൾക്ക് കൊടുക്കും. അവൾക്ക് ഓട്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അനാറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അനാറ് അമ്മ വന്നിട്ട് കൊടുത്തോളും. അടുക്കളയിൽ പോയിട്ട് വരാം. ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടെന്നല്ല, ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയതാണ്. പാലൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ ചായ കുടിക്കാൻ നേരത്ത് ഓട്സ് ഉണ്ടാക്കും. അപ്പം നമുക്ക് പോകാം. ഇടി മുഴങ്ങുന്നുണ്ട് കേസ്. നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. നന്നായിട്ട് ഇടി മുഴങ്ങുന്നുണ്ട്. ഇന്ന് മിക്കവാറും മഴ തകർക്കും കേസ്. ഞാൻ മഴ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇപ്പം ഹാളിലാണ് കേസ്. ഇടിയിലേ ഉള്ളൂ, മഴയൊന്നുമില്ല. പക്ഷെ നല്ല ഇരുട്ടാണ്. ഒരു മാസമായിട്ട് ഇരുട്ടാണ്. മഴയില്ല, പക്ഷെ ഇരുട്ടാണ്. ഇന്നലെ ഒന്ന് മഴ പെയ്തായിരുന്നു തോന്നുന്നു. പെയ്തായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നു. മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്നിട്ടേൽ നിന്ന്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനത് സ്റ്റാൻഡ് കാണിച്ചിരുന്നേന്. ഇതാണ് സ്റ്റാൻഡ്. ഇത് വെച്ച് നമുക്ക് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് ചുമയാണ് കേസ്. ഇപ്പം വേറെ പണിയൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഓകിയിരുന്നു. നമുക്ക് ഓകിയാണ്, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. പടം വരയ്ക്കാം. അടുത്ത് തന്നെ പേനയും പേപ്പേഴ്സും ഇരിപ്പുണ്ട്. ഗുളികയാണ്. ഞാൻ ഗുളിക കഴിച്ചു. അവിടെ തന്നെ ഒരു പേന ഇരിപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് വരയ്ക്കാം. എന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് വരയ്ക്കുമെന്ന് വിചാരിച്ചു. ഒരു പൂ വരയ്ക്കാം നമുക്ക്. ലവ് വെച്ച് ഈസി ആയിട്ട് ഞാൻ വരയ്ക്കും. മഴയുടെ കോളുണ്ട്. എല്ലാവരും തമ്പരു മഴയുടെ കോളാണ്. എനിക്ക് അങ്ങനെ പൂവൊന്നും വരയ്ക്കാറില്ല. പിന്നെ ചില നേരത്തെങ്ങാനും നല്ല ഭംഗിയായിട്ട് വരും. എൻ്റെ ഭാഗ്യം. ഇന്നലെ ഞങ്ങൾ കുറച്ച് പേപ്പർ വാങ്ങിച്ചപ്പോൾ അതൊക്കെ അവിടെയാണ്. ഞാൻ കുറച്ച് പേപ്പർ വാങ്ങിച്ചു. പിന്നെ ഇന്നലെ കുറെ പേനയും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പേനയും കൂടെ കിട്ടി. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട് ഒരടിപൊളി ഒരു പൂ വരച്ചു. അപ്പം നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല.
എന്തായാലും എന്തെങ്കിലും ചെയ്തില്ലേ പറ്റില്ല കേസ്. ചുമ്മാ ഞാൻ എൻ്റെ പേര് എഴുതി പഠിക്കും. കാരണം വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ബോറും അടിക്കും, നമുക്ക് സന്തോഷമുണ്ട്, ബോറും അടിക്കും. പിന്നെ കുളിച്ചായിരുന്നു, അമ്മ പറഞ്ഞായിരുന്നു ഞാൻ വരുമ്പോഴത്തേനും കുളിച്ചിട്ടിരിക്കണം ഇന്ന്. അങ്ങനെ പുഴയെ പോയിട്ട് കുളിച്ച് ഞാൻ തമ്മിലും കൂടെ. ഇപ്പം ചുമ്മാ ഇരിക്കും. മഴ പെയ്തു തുടങ്ങി. മുറ്റത്ത് തുണിയെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. ഉണ്ടെങ്കിൽ അമ്മ കൊല്ലും എന്നെ. മഴയാണ്. അമ്മ വന്നില്ല ഇതുവരെ. ഭയങ്കര ഇടിയുണ്ട്, മഴയുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ ഒറ്റയ്ക്കെന്ന് പറയുന്ന പാട്ട് അവസാനിക്കുന്നു. ടാറ്റാ.